വ്യക്തികളുമായിട്ട് സംസാരിക്കുകയുണ്ടായി. പല വിധത്തിലുള്ള ശ്രമങ്ങളും ഇതിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അവിടുത്തെ മണ്ഡലേശ്വരന്മാരും അതേപോലെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടണമെന്ന്. അതേ സമയത്ത് ഇവിടെയുള്ള സാമ്പത്തിക, സാമുദായിക, നമ്മൾ പറയാനുള്ള സോഷ്യൽ കോൺഷ്യസ്നെസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരുന്ന ഒരു അന്തരീക്ഷം, സംജാത അവസരവും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. അതും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ജനങ്ങൾ ഇവിടെ ഇതിനുള്ള ഒരു പ്രചാര യുക്തികളായി പല സ്ഥലങ്ങളിൽ നിന്നും പല വിധത്തിലുള്ള പ്രചോദനവും ലഭിക്കുകയുണ്ടായി. സന്യാസിമാരായി അങ്ങനെ ഈ കേരളത്തിന്റെ, ഈ കൊച്ചു കേരളത്തിന്റെ, ഈ തിരുനാവായ എന്ന ഈ തീർത്ഥസ്ഥാനം അങ്ങനെയുള്ള ഈ ശക്തിയുടെ ഒരു ശാക്തീകരണം നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്നാനവും ഇവിടുത്തെ ആരതിയും അതേപോലെ അതിനെ തുടർന്ന് നടക്കുന്ന പൂജയും കാര്യക്രമങ്ങളും എല്ലാം തന്നെ നമുക്ക് ആ ചാർട്ടുകൾക്ക് കൂടി ഇവിടെ പങ്കുകൊള്ളാം. അതിൻ്റെ ശബ്ദത്തോടുകൂടി നമ്മുടെ ജീവിതം, അതേപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം വേണം. ഈ തവനോടുള്ള ഈ സാന്നിധ്യത്തിൽ പറയുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രചോദനം ഇതിൽ ഉണ്ടാകട്ടെ. അതിന് സർവേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇവിടെയുള്ള. അത് മാത്രമല്ല, ഇതിന് മുഖ്യ രക്ഷാധികാരിയാണെന്ന്, ഇതിനെ ഒരു വിധത്തിലുള്ള ഒരു അദൃശ്യ ശക്തിയായി ഇതിനെ മാറി. नमस्ते अस्माहि हरिते धन्मनो हेति अस्मान् गृह्णतु विश्वतः नमो नमो निशक्ति नर्तने तस्कराणां पतये सर्वे നടക്കണ്ടല്ലേ വരും. അങ്ങോട്ട് പോകണം. അവരുണ്ടോ? അപ്പൊ കിട്ടുന്നുണ്ടോ? കൂടിയിരിക്കട്ടോ? Saya